ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും മിടുക്കരായി പഠിക്കാൻ റെഡിയായിരിക്കുകയാണല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ചാലോ? പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ? എക്സാം ഇതാ അടുത്ത് വന്നിരിക്കുകയാണ്. ഡിസംബർ 9-നാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോഴേക്കും എല്ലാ പാഠഭാഗത്തിൻ്റെയും അർത്ഥമൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആശയമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. നന്മപ്പൂക്കൾ എന്ന 5-ാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്മപ്പൂക്കളിലേക്ക് പോകാം. പി.കെ. ഭാഗ്യലക്ഷ്മിയുടെ നന്മപ്പൂക്കൾ. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത്. കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല. ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം. ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത്. അന്നും പതിവ് പോലെ മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്തെ വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു. പാഠഭാഗത്തിന്റെ പേര് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. നന്മ പൂക്കൾ എന്നാണ്. നന്മ നിറഞ്ഞ ആളുകളെ ആണ് ഇവിടെ പൂക്കൾ എന്ന് പറയുന്നത്, അല്ലെ? നന്മ നിറഞ്ഞ കുട്ടികൾ. ഇവരെല്ലാവരും എന്താണ്? നന്മ പൂക്കളാണ്. നന്മ, അവരുടെ മനസ്സിലുള്ള നന്മയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. അന്ധ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കാഴ്ചയില്ലാത്ത, അല്ലെ? കാഴ്ചയില്ലാത്ത പെൺകുട്ടിയായിരുന്നു മിറി. അവൾ അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും അപ്പോൾ മനോഹരമായുള്ള ഒരു ചെറിയ വീട്ടിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെ, അല്ലേ? അവൾ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു. പക്ഷെ അവൾക്ക് എന്തില്ല? കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. കാഴ്ചയില്ലാത്തതിനെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല താനൊരു കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്ന്. കാരണം എന്താണ്? അതിനുള്ളൊരു അവസരം അച്ഛനും അമ്മയും നൽകിയിരുന്നില്ല. കാരണം എന്താ? അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും കാഴ്ചകളെയൊക്കെ വർണ്ണിച്ച് അവൾക്ക് കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം ആര് നൽകിയിരുന്നു? അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയെല്ലാം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങൾ അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലാണ് അവൾ താമസിച്ചിരുന്നത്. ഒരു കുഞ്ഞു വീടായിരുന്നു അവളുടേത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവുമായിരുന്നു? ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊരുപാട് നാശനഷ്ടങ്ങളും സംഭവിക്കാറുണ്ട്. ഓരോ ഭൂകമ്പങ്ങളും അവരുടെ നാട്ടിൽ ധാരാളം നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും വയനാട് ദുരന്തമൊക്കെ, അല്ലേ? ഒരുപാട് നാശങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ആ വയനാട് ദുരന്തമൊക്കെ കടന്നുപോയത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ജീവനുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന ഒരു സമയം നമ്മൾ ഓർത്തിരുന്നു. ഒരുപാട് കാഴ്ചകൾ നമ്മൾ ടി വിയിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടിരുന്നു. അതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ കടന്നുപോയിരുന്നത്. എന്നത്തെയും പോലെ അന്നും മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്ത് പുറത്തെ ജോലിക്കായിട്ട് പോയി. സാധാരണ ദിവസത്തെ പോലെ അന്നും മിറിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി. ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത്! അവർ നിന്ന നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു. കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി. ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിലായി. മിറിയുടെ അച്ഛനും അമ്മയും അതിൽ പെട്ടിരിക്കണം. അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല. താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത്. ആ പോയ ദിവസം എന്താണ് സംഭവിച്ചത്? അവർ നിന്നിരുന്ന നഗരം, അവർ ജോലി ചെയ്തിരുന്ന നഗരം എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ പൊട്ടിപ്പിളർന്നു. കെട്ടിടങ്ങളെല്ലാം ചിന്നി ചിതറിപ്പോയി എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അവശിഷ്ടങ്ങൾക്കിടയിലായിരുന്നു. ധാരാളം ആളുകൾ മരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല? മിറിയുടെ അച്ഛനും അമ്മയും ഒന്നും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നതേയില്ല. അമ്മയും അച്ഛനും ഇല്ലാത്ത സമയത്ത്, ഇതുവരെ അമ്മയും അച്ഛനുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് കണ്ണ് കാണില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അച്ഛനും അമ്മയും ഉള്ള കാലത്ത് കാഴ്ചയില്ലാത്തതിനെ കുറവ് അവൾ അറിഞ്ഞിരുന്നില്ല. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും കാഴ്ചകളെ വർണ്ണിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ഒരു സമയമായപ്പോഴാണ് അവൾക്ക് താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അവൾ ശരിക്കും മനസ്സിലാക്കുന്നത്. കാരണം എന്തായിരിക്കണം? ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ല. അപ്പോൾ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ കൈപിടിച്ച് കൊണ്ടുപോകാനും ഒന്നും തന്നെ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ മിറിയുള്ളത്. ഓക്കെ. മാത്രമല്ല, വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി. അച്ഛനും അമ്മയും പോയതോടെ മിറിക്ക് തൻ്റെ കാഴ്ചയില്ലാത്ത അവസ്ഥ മനസ്സിലാവുകയും അതോടൊപ്പം അച്ഛനും നോക്കിയിരുന്ന വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും നോക്കേണ്ട ചുമതല കൂടി ആരിലേക്ക് വന്നു ചേർന്നു?
മിറിയിലേക്ക് വന്നു ചേർന്നു. ഇതുവരെ മുത്തച്ഛനെയും മുത്തശ്ശിയും ഒക്കെ നോക്കിയിരുന്നത് അച്ഛനും അമ്മയായിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും നോക്കേണ്ട ജോലി കൂടെ ആരുടെ ചുമതലയായി? മിറിയുടെ ചുമതലയായി. പുതിയ സ്കൂൾ വർഷം പിറന്നു. മിറിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി. തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ. അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര. തണുപ്പ് കാലത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കുമായി ചൂടുകുപ്പായം വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ചു മരിച്ചു പോകും. മിറിക്ക് അധ്വാനിച്ചേ തീരൂ. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് സാധാരണയായി കൂട്ടുകാരികളൊക്കെ വന്ന് മിറിയെയും കൂട്ടി പോവാറാണ്. എന്നാൽ ഇപ്രാവശ്യം വന്നപ്പോൾ എന്താണെന്ന് അവസ്ഥ? അവൾ കൂട്ടുകാരികളൊക്കെ എത്തിയ സമയത്ത് തെരുവോരത്തുനിന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു അവൾ പൈസയുണ്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് നിൽക്കുന്നവരുടെ ഒരു വലിയ നിര തന്നെ അവർ അവിടെ കാണുകയാണ്. ഇപ്പോൾ അവൾ സ്കൂളിലേക്കില്ല എന്ന് കൂട്ടുകാരികൾ തിരിച്ചറിയുന്നു. അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര കണ്ട സമയത്ത് അവർക്കും വളരെയധികം സങ്കടമാവുകയാണ്. തണുപ്പ് കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായിട്ട് ചുടുകുപ്പായം വാങ്ങിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം കൂടെ ആർക്കുണ്ട്? മിറിക്കുണ്ട്. അതിനുകൂടി വേണ്ടിയിട്ടാണ് അവളിങ്ങനെ അധ്വാനിക്കുന്നത്. അങ്ങനെ ചുടുകുപ്പായം തണുപ്പ് കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കും ഇടാനായിട്ട് ചുടുകുപ്പായം വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ അവരാ തണുപ്പത്ത് മരിച്ചു പോകുമെന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രമാത്രം കഷ്ടപ്പെടേണ്ടി വന്നത്. ഉറ്റ ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചുപോയത്. മിറിയുടെ അവസ്ഥ കണ്ട സമയത്ത് കൂട്ടുകാർക്കൊക്കെ എല്ലാം വളരെയധികം സങ്കടമാവുകയാണ് അല്ലേ. ആ ചെറിയ കുട്ടി, അതും കണ്ണു കാണാത്ത ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നാലോചിച്ച സമയത്ത് അവർക്ക് വളരെയധികം വിഷമമായി. മിറിയുടെ കൂട്ടുകാർ വെറുതെ ഇരുന്നില്ല. അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു. അതുകൊണ്ട് മനോഹരമായ 2 ചുടുകുപ്പായങ്ങളും വാങ്ങി അവർ മിറിയുടെ അടുത്ത് ചെന്നു. മിറിക്ക് വേണ്ടി അവർക്ക് അത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. കണ്ട് കൂട്ടുകാരികൾ, അതായത് മുത്തച്ഛനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് അവൾ കഷ്ടപ്പെടുന്നത് എന്ന് കണ്ട സമയത്ത് ആ കൂട്ടുകാരികൾ വെറുതെ ഇരുന്നില്ല. അവരുടെ പണസഞ്ചികളെല്ലാം അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന, കരുതി വെച്ചിരുന്ന, ഓരോ ആവശ്യങ്ങൾക്കായി കരുതി വെച്ചിരുന്ന പണസഞ്ചികളെല്ലാം അവരെന്ത് ചെയ്യുന്നു? എടുത്ത് അതിലുള്ള പണമെല്ലാം എടുത്തുകൊണ്ട് എല്ലാവരുടെയും പണം സ്വരൂപിച്ചുകൊണ്ട് അവർ മുത്തച്ഛനും മുത്തശ്ശിക്കുമായിട്ട് ഒരു ചുടുകുപ്പായം വാങ്ങി. അവർ അതുമായി മിറിയുടെ അടുത്ത് ചെന്നു. മിറിക്ക് വേണ്ടി അവർക്ക് അത്രയും ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് അവർ ഉറപ്പിച്ചിരുന്നു. അത്രയും നന്മയുള്ള കുട്ടികളാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ദിവസവും കുഞ്ഞു മിറിക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്കിരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു. കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരു നാൾ മിറിയെ കാണാനെത്തി. മിറിയെ സ്നേഹിക്കാൻ, അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ്, നന്മ നിറഞ്ഞ ഒരുപാട് പേർ. മിറിയുടെ കൂട്ടുകാർ ഓരോ ദിവസവും സ്കൂളിൽ എടുക്കുന്നത് മിറിയുടെ കൂട്ടുകാർ ഓരോരുത്തരായിട്ട് മിറിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മിറിക്ക് സ്കൂളിൽ വന്ന് പരീക്ഷ എഴുതാനുള്ള സമ്മതവും കൂടി ഈ കൂട്ടുകാർ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. മിറിയുടെ കൂട്ടുകാരുടെ സ്നേഹം കണ്ട് അധ്യാപകരും ഒരിക്കൽ മിറിയെ കാണാനെത്തുകയാണ്. അങ്ങനെ മിറിയെ സ്നേഹിക്കാൻ ഇപ്പോൾ വളരെയധികം ആളുകളാണ്, അധ്യാപകരും കുട്ടികളും ഒക്കെ ആയിട്ട് നിരവധി പേരെ നമുക്കിവിടെ, നന്മ നിറഞ്ഞവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ്, പൂക്കളെ പോലെ, പൂമ്പാറ്റകളെ പോലെ. ഇവിടെ പറയുന്നത് ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഭൂമിയിൽ അതിനൊപ്പം തന്നെ നന്മകളുമുണ്ട് അല്ലേ. നന്മ നിറഞ്ഞ മനസ്സുകൾ ധാരാളമുണ്ട്. എന്നാൽ അതിലേറ്റവും കൂടുതൽ നന്മകളുള്ളത് കള്ളവും ചതിയും ഒന്നും അറിയാത്ത കുട്ടികളിലാണ് നന്മ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ നന്മ നിറഞ്ഞവരാണ്. അവർ മനോഹരങ്ങളാണ്. എങ്ങനെ? ഒരു പൂക്കളെ പോലെ മനോഹരങ്ങളാണ്, പൂമ്പാറ്റകളെ പോലെ മനോഹരങ്ങളാണ് കുഞ്ഞുങ്ങൾ അല്ലേ. നന്മ നിറഞ്ഞ കുഞ്ഞുങ്ങൾ അല്ലേ. നന്മപ്പൂക്കൾ, ഇവിടെയാണ് നന്മപ്പൂക്കൾ എന്ന പദം ഈ ഒരു പാഠഭാഗത്തിന് ഏറ്റവും യോജിച്ചു വരുന്നത്. നന്മ നിറഞ്ഞ പൂക്കൾ, അതാണ് കുഞ്ഞുങ്ങൾ അല്ലേ. നന്മപ്പൂക്കൾ, പൂക്കളെ പോലെയും പൂമ്പാറ്റകളെ പോലെയും ഒക്കെ നന്മ നിറഞ്ഞ കുഞ്ഞുങ്ങളെയാണ് നമുക്കിവിടെ ഇതിൽ കാണാൻ കഴിയുന്നത്. നന്മപ്പൂക്കൾ എന്നത് പറഞ്ഞത് ഇവിടെ ആരെയാണ്? ഈ മിറിയുടെ കൂട്ടുകാർ അല്ലേ, കുട്ടികൾ. ആ കുട്ടികൾ നന്മയുടെ ഒരു പാത്രം, വലിയൊരു പാത്രം തന്നെയാണ്. അതാണ് നന്മപ്പൂക്കൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്മപ്പൂക്കൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം
എന്ത് തന്നെയായാലും അത് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും ഏത് ഭാഗമാണ് മനസ്സിലാവാത്തത് എന്നുള്ളതൊക്കെ എന്നെ എഴുതി അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.